ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം. ഞാനിവിടെ ഒരു 4 വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, അതുപോലെ തന്നെ ചിക്കന് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതിന് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കറക്റ്റ് അളവ് പറയാത്തത് നിങ്ങൾ എടുക്കുന്ന ഉള്ളീൻ്റെ അളവനുസരിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവിനാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മളെ ഷവർമ മസാല ആണ്. പക്ഷേ ഇത് നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല ചേർക്കാമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങളിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിച്ച് വെച്ചോ, നല്ല ഉപകാരമാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പം ഈ ഫില്ലിംഗ് അല്ലാണ്ട് തന്നെ നമ്മൾ വൈറ്റ് സോസൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഫില്ലിങ്ങിൽ ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിരിക്കുന്നത് ക്യാരറ്റ്, വലിയുള്ളി, തക്കാളി വേണമെങ്കിൽ ഇടാം കേട്ടോ. അതൊക്കെ ഇട്ടിട്ടുള്ള ഫില്ലിംഗ് ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനാണിത്. ചിക്കൻ പൊരിച്ചിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ചിക്കൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അവസാനം ഒരു സ്ലൈസ്ഡ് ചീസ് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുത്താൽ ഫില്ലിങ് കുറച്ചൊരു ലൂസായിട്ട് ആ ഒരു ഇതിലുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനൊരു ചീസ് ചേർക്കുന്നത്. ഇനി ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ പാൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് വേണ്ട, അതുകൊണ്ടാണ് ചീസ് ചേർത്ത് കൊടുത്തത്. ഇപ്പം കറക്റ്റ് അളവിലാണ് കിട്ടിയത് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലുള്ള കുഴച്ചിട്ട് ഒരു മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള മൈദ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓയിൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം, കാരണം ഇതിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് വേണം. അതുകൊണ്ടാണ് ഓയിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ അതേ അളവിൽ അതേ കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഏത് ഫില്ലിങ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കന് പകരം കോഴിമുട്ട വേവിച്ചിട്ട് കട്ട് ചെയ്തിടാന്നുണ്ടെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സമൂസക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ 4 ആക്കി കട്ട് ചെയ്യുക. ഇനി കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അത് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെയും ഒന്നും കൂടി മടക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. ഇനി ഇതാ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ പരത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ ഇറച്ചിയോടൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അത്രയും ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല തിന്നായിട്ടാണല്ലോ പരത്തുന്നത്. പിന്നെ ഞാൻ അതിലുള്ള പച്ചമുളകൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്, കാരണം മക്കൾ കഴിക്കുന്നതിനുകൊണ്ടാണ് അതൊക്കെ എടുത്ത് മാറ്റുന്നത് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് അടൻ്റെ ഒക്കെ മാതിരി നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ ചിക്കൻ നല്ല ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ ഒന്ന് ലൂസായി നിൽക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിനുള്ളിൽ വേണമെങ്കിലും ചീസ് വെച്ച് കൊടുക്കുക, ഫില്ലിങ്ങിൽ ഏത് ഫില്ലിങ് വേണമെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതാ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ആക്കിയെടുക്കാണ് കേട്ടോ. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തതിന് തന്നെ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി അഥവേ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാ ഞാനെല്ലാം മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എണ്ണയിൽ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചാൽ മതി. എയർ ഫ്രയറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് എയർ ഫ്രയറിൽ വെച്ചാലും മതി. അപ്പോൾ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ.
നല്ല നൈസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ പൊരിച്ച് കഴിഞ്ഞ് ഇനി ഒരു ട്രിപ്പ് ഇതിന്ന് എടുത്ത് മാറ്റട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രം വെച്ചിട്ട് ഒന്നായിട്ട് പൊരിച്ചെടുക്കുക, കാരണം ഇത് വേഗം കുക്കായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പലഹാരം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ എപ്പോഴും സമൂസ ഉണ്ടാക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സമൂസനെക്കാടിയൊക്കെ നല്ലോണം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എയർ ഫ്രയറിലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.